Debate with Dr. Arun Kumar. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിൽ തദ്ദേശ പോരിൽ നേടിയ UDFന്റെ ഉജ്ജ്വല വിജയം വരാനിരിക്കുന്ന ഫൈനൽ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമോ? ജില്ലാ പഞ്ചായത്തുകളിൽ ബലാബലം പിടിച്ച ഇടത് ഐക്യമുന്നണികൾ ഇനി കളത്തിലിറങ്ങുന്നത് ഏതു പ്രചരണ തന്ത്രവുമായി? സ്വർണ്ണക്കൊള്ളയിലെ പാരടി മുതൽ ഇടത് ഹിന്ദുത്വയടക്കം ചർച്ചയാകുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് ആരാണ്? തദ്ദേശ പോരിലെ ചേരുവകൾ വീണ്ടും ചൂടാക്കുകയാണോ? പാരടി കേസ് തിരിച്ചടിക്കുമോ? വർഗീയതയ്ക്ക് കൈ കൊടുക്കുന്നോ? വെള്ളാപ്പള്ളിയാണോ ഇനി ഇടതിന്റെ പ്രചാരകൻ? ഇടത് ഹിന്ദുത്വ പ്രയോഗത്തിൽ കഴമ്പുണ്ടോ? അത് വീണ്ടും തിരിച്ചടിയാകുമോ? നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചെത്തിക്കാൻ ഇനി എന്തു വഴി? ഗവർണർക്ക് സർക്കാർ കീഴടങ്ങിയെന്ന പ്രചരണത്തിൽ കഴമ്പുണ്ടോ? ഒടുവിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന ദൃശ്യം സി പ്രതാപചന്ദ്രൻ ഗർഭിണിയായ ഷൈമോളെ കരണത്തടിക്കുന്ന, ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിന്റെ തെളിവായി മാറുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ഇടത് കൂടുതൽ വിയർക്കുമോ? ചോദ്യം ഇതാണ്. വോട്ടുകൂട്ടാൻ അറ്റകൈ പ്രയോഗങ്ങളും. അതിഥികളായി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPM പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി രാജു പി നായർ, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ എന്നിവരാണ് നമുക്കൊപ്പമുള്ളത്. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക് പോകുന്നു. അനിൽകുമാർ, നമ്മുടെ ചർച്ചയുടെ വിഷയം തീരുമാനിക്കുമ്പോൾ പുറത്തുവരാത്തൊരു ദൃശ്യമാണ് റിപ്പോർട്ടർ അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു. പക്ഷേ കേരളത്തിലെ പോലീസ് കസ്റ്റഡി മർദ്ദന പോലീസാണ്, ക്രിമിനൽ പോലീസാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ദൃശ്യമല്ലേ ഈ പുറത്തു വന്നിരിക്കുന്നത്. ഗർഭിണിയായ ഷൈമോൾ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരു കാരണവുമില്ലാതെ അവരുടെ ഭർത്താവിനെ അന്യായമായി കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്തുകൊണ്ട് വരുമ്പോൾ ക്രൂരമായി മർദ്ദിക്കുന്ന സി പ്രതാപചന്ദ്രൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ബാക്കി എല്ലാ ചർച്ചകൾക്ക് മുകളിൽ ഇത്തരം ദൃശ്യങ്ങൾ, സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഏതെങ്കിലും തരത്തിൽ അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതിലേക്കുള്ള നടപടിയിലേക്ക് പോയിട്ടില്ല, സസ്പെൻഷനിൽ ഒതുങ്ങുകയാണ്. ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന രീതി തുടരുന്നു എന്നതിന് തെളിവല്ലേ ഈ ദൃശ്യങ്ങൾ പോലും പുറത്തു വരാത്ത വിധം വിവരാവകാശ നിയമപ്രകാരം പോലും ഈ ദൃശ്യങ്ങൾ നിഷേധിച്ചത്? ഒടുവിലൊരു കോടതി ഉത്തരവ് വേണ്ടി വന്നില്ലേ? ഇതെല്ലാം തിരിച്ചടിയായി മാറില്ലേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? ഇത്തരം ഒരു CIമാരും മർദ്ദകന്മാരായ ഒരു CIമാരും ഞങ്ങളുടെ സർക്കാരിൻ്റെ മുഖമല്ല. സർവീസിൽ കയറുന്ന ആളുകൾ എല്ലാവരും നിയമപരമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു നടപടിയും കേരള സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ പുറത്തു വന്ന വിഷയത്തിനകത്തും അതിശക്തമായ നടപടി ഉണ്ടാകും. അതിപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതുവരെ നടപടി എടുത്തതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നിരവധി മർദ്ദകന്മാരെ ഇതുപോലെ പിരിച്ചുവിട്ടിയ അനുഭവമുണ്ട്. പോലീസിൽ ക്രിമിനലുകളുണ്ട്, ആ ക്രിമിനലുകളെ പിരിച്ചുവിട്ടിയ അനുഭവമുണ്ട്. ഇപ്പോൾ പലതും ഇതുപോലെ തന്നെ പുറത്തു വരുന്ന ഘട്ടത്തിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നടപടി ഉണ്ടാകും. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ട് പോലും ആ ദൃശ്യങ്ങൾ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഈ മർദ്ദന CIമാരെ സംരക്ഷിച്ചു പിടിക്കുകയാണ് ഈ സർക്കാർ എന്ന വിമർശനത്തിന് ആക്കം കൂടും. അതിൽ കഴമ്പുണ്ടെന്ന് ജനങ്ങൾ കരുതും. വിവരാവകാശ നിയമം എന്ന് പറയുന്നത്, വിവരാവകാശ ഓഫീസർമാരെന്ന് പറയുന്നത് അതേ വകുപ്പിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരാണ്. അതിനപ്പുറത്തേക്ക് വിവരാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോഴാണ് കമ്മീഷൻ ഇടപെടാൻ കഴിയുക. കമ്മീഷൻ ഇടപെടുന്ന ഘട്ടത്തിൽ കൃത്യമായിട്ടും അതിനനുസരിച്ച് നീതി കൊടുക്കുന്ന തരത്തിലുള്ള കമ്മീഷണർമാരെയാണ് ഈ സർക്കാർ നിയമിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോൾ സർ, വിവരാവകാശ ഓഫീസിന് മുകളിലല്ലേ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുള്ളത്? മന്ത്രിയുടെ ഓഫീസിലൊരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉള്ളത്. ഈ ദൃശ്യങ്ങൾ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഈ വിവരാവകാശം വരുന്ന സമയത്തൊരു ചോദ്യം അവിടെ വന്നിട്ടുണ്ടാകുമല്ലോ. ആ ചോദ്യത്തിന് നോ എന്ന് ഉത്തരം പറയാതെ എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥർ ഇത് കൊടുക്കേണ്ടെന്ന് തീരുമാനിക്കുക? ബഹുമാനപ്പെട്ട അരുൺകുമാറിന് ആ നിയമം അറിയാത്തയാളല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു വിവരാവകാശ നിയമത്തിൻ്റെ അപേക്ഷ എങ്ങനെ വരുന്നത്? ഓരോ ഓഫീസിലും വിവരാവകാശ ഉദ്യോഗസ്ഥരുണ്ട്. അതേ ഓഫീസിൽ തന്നെ ഒരാളാണ് വിവരാവകാശത്തിൻ്റെ അപ്പീൽ അധികാരി. അതുപോലെ തന്നെ അപ്പീൽ അധികാരി വരുന്നത് അതേ വകുപ്പിൽ തന്നെ മേൽത്തട്ടിലാണ്. അപ്പോൾ ഇതിലെവിടെയെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വരുമോ? പൊളിറ്റിക്കൽ സെക്രട്ടറി വരുമോ? ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതൊന്നും അറിയുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പറയട്ടെ. മറ്റ് മാധ്യമപ്രവർത്തകർ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവും. അതവരുടെ വലതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താനാണ്. പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ സർക്കിൾ ഓഫീസിലോ DYSP ഓഫീസിലോ SP ഓഫീസിലോ ഒരു വിവരാവകാശ അപേക്ഷ വന്നാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടൊന്ന് ബന്ധം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും.
അത് ശരി. ഈ അല്ല കേസിൽ സാർ, അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന് പരാതി സംശയമൊന്നുമില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വകുപ്പിലെ നടപടി ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന ഉണ്ടായിരിക്കാം. ഈ തെറ്റിന്റെ ഉത്തരവാദിത്വം ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്കില്ലേ? ആ മന്ത്രിക്ക് അതിനോട് ഒരു ഉത്തരവാദിത്വമില്ല. ഒരു വർഷമായി ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടി കയറി ഇറങ്ങുകയാണ്. അപ്പൊ സ്വന്തം വകുപ്പിൽ നടക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ പോകുന്നു എന്ന് പറയും ജനങ്ങൾ. അതെ, നമ്മൾ ജനങ്ങളോട് പറയേണ്ട കാര്യം എന്താണ്? ഓരോ പോലീസ് സ്റ്റേഷനിലും അല്ലെ ഓരോ DYSP ഓഫീസുകളിലും SP ഓഫീസുകളിലും ദൈനംദിനം നടക്കുന്ന കാര്യങ്ങളെല്ലാം മന്ത്രി അറിയും, മുഖ്യമന്ത്രി അറിയുമെന്നാണോ നമ്മൾ ധരിക്കേണ്ടത്? അവിടെ നടക്കുന്ന അറിയുന്നില്ല എന്നതിൽ അങ്ങനെയുള്ള ഇടപെടലല്ല, നയപരമായ ഇടപെടലാണ്. കസ്റ്റഡി മർദ്ദനം പാടില്ല, ലോക്കപ്പ് മർദ്ദനം പാടില്ല, ജനങ്ങളുടെ മേലെ കടന്നാക്രമണം നടത്തരുത്, ജനസേവന പോലീസാകണം. ഇതാണ് ബഹുഭൂരിപക്ഷവും. അതുപോലെ ഇതുപോലുള്ള ചില വൃത്തികെട്ട തെമ്മാടിത്തരം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു CIയുടെ കാര്യം പറഞ്ഞു, നമ്മുടെ കൺമുമ്പിൽ അതെത്തി. അവരെയൊക്കെ പുറത്താക്കുക തന്നെയാണ് നടപടി. അതിലേക്ക് വരുമല്ലോ. എത്ര പേരെ പുറത്താക്കി ഇവരെ നിയമാനുസരണം കൈകാര്യം ചെയ്യാൻ കേരളം ഞെട്ടിയ ദൃശ്യത്തിന് ഇപ്പോൾ അനിൽകുമാർ നൽകുന്ന ന്യായീകരണം, ആ ദൃശ്യങ്ങൾ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൈവീശിയടിക്കുന്ന CIയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതൊരു വർഷമായി ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും ആ ദൃശ്യങ്ങൾ കൊടുത്തില്ല. കോടതി ഇടപെടൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് റിപ്പോർട്ടിന് ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത്. രാജു പി നായർ. അനിൽകുമാറിന്റെ മറുപടിയിൽ 2-3 കൗതുകങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം സൂചിപ്പിച്ചത് മറ്റു മാധ്യമ പ്രവർത്തകർ പറയുന്നത് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതിൽ അരുൺകുമാർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്ന് അരുൺകുമാർ തന്നെ ക്ലാരിഫിക്കേഷൻ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് പല ധ്വനികളുണ്ട്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ആ പ്രസ്താവനയിൽ എനിക്കൊരു കൗതുകം തോന്നി. അതവിടെ നിൽക്കട്ടെ. അത് അരുൺകുമാറിന് വിശ്വാസത വേണം എന്നുള്ളതുണ്ടെങ്കിൽ അരുൺകുമാർ ക്ലാരിഫൈ ചെയ്യണം. ഞാൻ അല്ല, വിവേകത്തോടെ സംസാരിക്കുന്ന ഒരാളാണ്. അല്ലല്ല, അത് ക്ലാരിഫൈ ചെയ്ത് പോകാം. നല്ല വിവേകത്തോടെ നിയമബോധത്തോടെ സംസാരിക്കുന്ന ആളാണ്. അല്ലല്ല, നല്ല വിവേകത്തോടെ നിയമബോധമുള്ള മാധ്യമ പ്രവർത്തകനാണ്. ബഹുമാനം പ്രകടിപ്പിച്ചേ ഉള്ളൂ. ഞാൻ ആ ദൃശ്യങ്ങളോട് ഒട്ടും അനുഭവിച്ചതിനോട് ഈ സർക്കാർ മറുപടി പറയണമെന്ന നിലപാടാണ് ഈ വിഷയത്തിൽ എനിക്കുള്ളത്. ശ്രീ രാജു പി നായർ, ഞാൻ വരാം. രാജു പി നായർ, അങ്ങേക്ക് തുടരാം. അല്ല, അങ്ങ് അസ്വസ്ഥനാവണ്ട. ഞാൻ വെറുതെ ഒളിഞ്ഞിരുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, എല്ലാവരും മനസ്സിലായിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞു മാത്രം. അങ്ങ് അസ്വസ്ഥനാവണ്ട. രണ്ടാമത്തെ കാര്യം, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ ടേബിളിൽ എല്ലാ ദിവസവും ഈ സംസ്ഥാനത്തെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയ കലാപം ഉണ്ടാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥലത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ ടേബിളിന്റെ മുമ്പിൽ അതിന്റെ റിപ്പോർട്ട് എത്തും. ഈ മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരൻ കറുത്ത കൊടയും കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ചെയ്യുന്ന ഒരേ ഒരു പണി അതാണ്. അതുകൊണ്ടാണ് ഇവർക്കിത് ഒന്നും അറിയാതെ പോകുന്നൊന്നും അല്ലാട്ട് ഇത് അറിയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ തൃശ്ശൂരിലെ നേതാവായിട്ടുള്ള TS സുജിത്തിനെതിരെ ഇതേപോലൊരു ആക്രമണം ഉണ്ടായില്ലേ? എന്നിട്ട് അവസാനം വിവരാവകാശം കൊടുത്തല്ലേ ആ രേഖ എടുത്തത്? കേരളത്തിലെ പോലീസ് സംവിധാനം മുഴുവൻ കാണാതിരുന്നൊരു വീഡിയോ ആയിരുന്നോ? അല്ലല്ലോ. അനിൽകുമാർ പറയാണ് ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ മുഖമല്ല. ശരിയാണ്, സർക്കാരിന്റെ മുഖമല്ല, സർക്കാരിന്റെ പിന്നണി പ്രവർത്തകരാണ്. ഇത്തരത്തിൽപ്പെട്ടവരാണ് യാതൊരു പ്രശ്നവും ഇല്ലാത്തടത്ത് ഒരു MP-യെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറകിൽ നിന്ന് അടിക്കുന്നത്, ലാത്തിക്ക് മൂക്കിനടിക്കുന്നത്. ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക് തന്നെ പറയേണ്ടി വന്നല്ലോ, പോലീസിനകത്ത് നിന്ന് ഉണ്ടായതാണ് എന്ന് പറയേണ്ടി വന്നല്ലോ. അപ്പൊ ഇത്തരത്തിൽ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിർത്തിയിട്ടുള്ള പോലീസുകാർ തെറ്റു ചെയ്യുമ്പോൾ അത് തിരുത്താൻ കഴിയാത്ത രീതിയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് CPM അവരുടെ തന്നെ ചെയ്തികൾ കൊണ്ട് മാറിയതാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഗർഭിണിയെ അടിച്ചു കഴിഞ്ഞാൽ ആ പോലീസിനെ വെറുതെ ഗർഭിണിയെ തല്ലിയത് കൊണ്ട് ആ പോലീസ് നല്ല പോലീസാണെന്ന് വിചാരിച്ച് സംരക്ഷിക്കുന്നല്ല പറയുന്നത്. പക്ഷേ ADGP അജിത് കുമാർ ഉൾപ്പെടെ സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസിലെ ക്രിമിനലുകളെ കൊണ്ട് ഈ താഴെത്തട്ടിലുള്ള പോലീസിനെ കൊണ്ട് കൊള്ളരുതായ്മകൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുള്ള പോലീസിനെ ഈ CPM-ന് സംരക്ഷിക്കേണ്ടി വരും. അതല്ലാതെ ഒരു എറണാകുളത്തൊരു പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അനിൽകുമാർ എന്ത് ന്യായം പറഞ്ഞാലും കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ച് അത് റിപ്പോർട്ട് ചെയ്തിരിക്കും. പിറ്റേ ദിവസം രാവിലെ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ ആ റിപ്പോർട്ട് ചെന്നിരിക്കും. ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ദിവസവും ഇരുന്ന് റിപ്പോർട്ട് വായിക്കുന്നു എന്ന് ചോദിച്ചാൽ അല്ല, അവിടെ P ശശി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ആ പോലീസിന്റെ റിപ്പോർട്ടുകൾ എന്താണെന്ന് നോക്കി അതിൽ ഗുരുതരമായിട്ടുള്ളത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടിയെടുക്കാൻ ബാധ്യതയും ഉത്തരവാദിത്വവും ഉള്ളവരാണ്.
പക്ഷെ പ്രശ്നം പി ശശിയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ ഉണ്ട്. അതും കൂടി അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ സർക്കാർ ഇത്തരത്തിലുള്ള മർദ്ദകരെ സംരക്ഷിക്കുന്ന സർക്കാരാണ്. ഇത്തരത്തിലുള്ള മർദ്ദകരെ മുഴുവൻ സംരക്ഷിച്ചിട്ടുള്ള സർക്കാരാണ്. കേരളത്തിൽ മുഴുവൻ നടന്നിട്ടുള്ള ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള കർമ്മങ്ങളെ മുഴുവൻ പിന്തുണച്ചിട്ടുള്ള സർക്കാർ. എവിടെയാണ്? ആലുവയിലെ മോഫിയ പർവീന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരുന്ന CI ഇപ്പൊ എവിടെയുണ്ട്? ഏതെങ്കിലും ജയിലിലാണോ? അല്ലല്ലോ. പോലീസിന്റെ സംവിധാനത്തിൽ സർവീസിലിരിക്കല്ലേ. ഈ പറയുന്ന ഇത്തരത്തിലുള്ള ശുചിത്വം ഉൾപ്പെടെയുള്ളവർ നടത്തിയവരൊക്കെ സർവീസിൽ ഇപ്പോൾ സസ്പെൻഷനൊക്കെ ആയിരിക്കുമല്ലോ. അതല്ലാതെ വേറെ നടപടികളൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ ക്രിമിനലുകളുടെ എണ്ണം ചോദിച്ചപ്പോൾ എത്ര പേരെ പിരിച്ചുവിട്ടു എന്ന് ചോദിച്ചപ്പോൾ അതിൽ കള്ളക്കണക്ക് കൊടുത്ത സർക്കാരാണ്. അതിൽ നിയമസഭയിൽ ഒരു കണക്കും വിവരാവകാശം വന്നപ്പോൾ മറ്റൊരു കണക്കും കൊടുത്ത സർക്കാരാണ്. അപ്പോൾ ഈ സർക്കാർ CPMന്റെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഈ പോലീസ് സേനയെ ഉപയോഗിച്ചതിന്റെ ദുരന്ത ഫലമാണ്. ആ ദുരന്ത ഫലം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അതിന്റെ ഗുണവൻ മുഴുവൻ കിട്ടിയിട്ടുള്ളത് നടുവഴിയിൽ പോലും പിറന്നാൾ ആഘോഷം വടിവാൾ വെച്ച് കേക്ക് കട്ട് ചെയ്യുന്ന ഗുണ്ടകൾക്ക് മാത്രമാണ്. അപ്പൊ ആ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന പോലീസായിട്ട് മാറുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഈ പോലീസിനെ ചോദ്യം ചെയ്താൽ ഇതായിരിക്കും ഫലം എന്നുള്ളത് ഇന്ന് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ കാണുകയാണ്. അതുകൊണ്ട് ദയവേത് ഇത് പുറത്തറിഞ്ഞ് നാണം കെട്ട് വഷളായപ്പോ നടപടിയെടുത്തു എന്നും പറഞ്ഞ് ഊറ്റം കൊള്ളരുത്. ജനം അത് കാർക്കിച്ചു തുപ്പും മുഖത്ത്. ഇതെല്ലാം അറിഞ്ഞ മുഖ്യമന്ത്രി ഈ പറയുന്ന CI ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുകയായിരുന്നു. അതല്ലെങ്കിൽ നീതിമാനായ ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, നീതിമാനായ ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ആയിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അപ്പം തന്നെ അതിന്മേൽ നടപടിയെടുത്ത് അയാളെ സസ്പെൻഷനിൽ നിർത്തിയേക്കണേ, അയാളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ. അതുകൊണ്ട് ദയവേത് ശ്രീ അനിൽകുമാർ, ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകർക്ക് വേണ്ടി മാത്രമായ ഒരു പാർട്ടിയായിട്ട് നിങ്ങൾ അധപ്പതിക്കരുത്. ആ സ്ത്രീ പീഡകർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സർക്കാരായിട്ട് നിങ്ങൾ അധപ്പതിക്കരുത്. സ്ത്രീ പീഡകരുടെ സംരക്ഷകനായി പിണറായി വിജയൻ മാറുന്നതും ശരിയല്ല എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. ഓക്കെ, ശരി. ഷാബു പ്രസാദ് കൂടിയുണ്ട്. ഷാബു പ്രസാദ്, നമ്മൾ ചർച്ചയ്ക്ക് മറ്റൊരു വിഷയമാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും വൈകുന്നേരം 6:20 കൂടിയാണ് കേരളത്തിലേക്ക് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചത്. ഈ ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് ഈ സർക്കാരിനെ പരാജയപ്പെടുത്തുമെന്ന് ഇടതുവിലെ ചില ആളുകളെങ്കിലും, ഇടതനുകൂലികളെങ്കിലും പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ കാലമായി. അത് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ആർക്കും യോജിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതും ആ ദൃശ്യത്തിൻ്റെ ക്രൂരത ഷാബു ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഗർഭിണിയായ പെൺകുട്ടിയാണ്, സ്ത്രീയാണ്, അവരെ മുഖത്തെ കാഞ്ഞു വീശുകയാണ്. ഒപ്പം നിൽക്കുന്ന വനിതാ പോലീസുകാരും മർദ്ദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് ഈ സർക്കാരിൻ്റെ ജനവിധിയെ ഒരുപക്ഷെ ദുർബലപ്പെടുത്തുമോ? എന്താണ് തോന്നുന്നത് ഷാബു? ഇല്ല, ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞത് അത് വന്നു ഉടനെ തന്നെ ഞങ്ങൾ കർശന നടപടി എടുക്കും എന്നൊക്കെയാണല്ലോ അദ്ദേഹം ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ വാർത്തയിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്, ഇത് സംഭവം നടന്നിട്ട് ഏതാണ്ട് 1.5 വർഷമായി. 2024 ജൂൺ അല്ലേ? അതെ, ആ സമയത്ത് അപ്പൊ അതായത് 1.5 വർഷം കഴിഞ്ഞു. ഇത്ര ഹീനമായ ഒരു സംഭവം പട്ടാപ്പകല് നമ്മുടെ നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ട് ഇപ്പം അതിന്റെ ഭീകരമായ ബീഭത്സമായ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ അങ്ങ് വലിച്ചു മൂക്കിക്കയറ്റിക്കളയും എന്ന് പറയുന്നത്, അത് അവരുടെ എന്താണ് പറയുന്നത്, അവരുടെ ആ നിസ്സഹായതയാണത്. കാര്യം ഇത്രയും നാൾ ഇവിടെ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇവിടെ ഒരു സർക്കാരിലെ ഒരു സംവിധാനവും ഇങ്ങനെ ഒരു സംഭവം ഈ നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തി വേറെ പണിക്ക് പോകണം. അതാണ് ബെസ്റ്റ്. സജീവൻ, പകലാണ് നടക്കുന്നത്. അതെ സജീവൻ, ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങളടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങി, കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ഇടതുമുന്നണിക്ക് വീണ്ടും ഒരു പാരയായി തീരുമല്ലോ. കാരണം ഇത് നാളെകളിലും ഈ ദൃശ്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. സുജിത്തിനെ കസ്റ്റഡിയിലിട്ട് മർദ്ദിക്കുന്ന പോലീസ്, അതിനുശേഷം ഒരു ഹോട്ടൽ ജീവനക്കാരനെയും ഹോട്ടൽ ഉടമയുടെ മകനെയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്ന പീച്ചി വിഷയം, ഇതാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എറണാകുളം നോർത്തിലെ വിഷയം, പിന്നെ ഒരുപാട് അക്രമികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് വിവിധ ഇടങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ശരിക്കും ആഭ്യന്തര വകുപ്പ് ദുർബലമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണോ? 1.5 വർഷം കഴിഞ്ഞിട്ട് വകുപ്പ് ആ ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കാതെ, വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തു കൊടുക്കാതെ, കോടതി ഇടപെടലിലൂടെ മാത്രം ഈ ദൃശ്യങ്ങൾ വെളിച്ചം കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സി സജീവൻ? മൊത്തം സംഭവങ്ങൾ മാറ്റിവെക്കാം. ഈ കാര്യം മാത്രം, ഈ ഗർഭിണിയെ ഭീകരമായ രൂപത്തിൽ മർദ്ദിച്ച സംഭവം, അത് മാത്രം എടുത്താൽ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ വിഷയം, ഈ സംഭവം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എത്തേണ്ടതാണ് തീർച്ചയായിട്ടും. അതിനാണല്ലോ ഇവിടെ ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉള്ളത്. ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അല്ല, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും ഉണ്ടല്ലോ.
ഇത് അവിടെ നടക്കുന്ന ഓരോ സംഭവവും കൃത്യമായിട്ടും അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല. ആ ചുമതല നിറവേറ്റിയിട്ടില്ലെങ്കിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് ഇവർക്കെതിരെയാണ്, സ്പെഷ്യൽ ബ്രാഞ്ചിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ. അവർക്കെതിരെ നടപടി എടുത്തില്ല, അല്ലെങ്കിൽ അവർ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഇത്തരത്തിൽ ഇൻ്റലിജൻസ് സംവിധാനം പൂർണ്ണമായും പരാജയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്തരം ഭീകരമായൊരു സംഭവം ഉണ്ടായിട്ടും അത് ആ ഉദ്യോഗസ്ഥന്മാർ, മർദ്ദിച്ച ഉദ്യോഗസ്ഥന്മാർ മാത്രം അവർക്കേറി നടപടിയെടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നടപടിയെടുത്തിട്ട് കാര്യമുണ്ടോ? അതിനപ്പുറത്ത് ഈ സംഭവം എത്തിക്കേണ്ട, അതായത് വീഴ്ചകൾ പലപ്പോഴും സംഭവിക്കും. നേരത്തെ അനിൽകുമാർ തന്നെ പറഞ്ഞ പോലെ പോലീസിൽ ക്രിമിനലുകളുണ്ട്. അത് ഈ CPM ഭരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ LDF ഭരിക്കുന്ന സമയത്ത് മാത്രമല്ല, എത്രയോ കാലമായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നേരത്തെയൊക്കെ ഒരു പക്ഷേ മറച്ചു വെച്ചിട്ടുണ്ടാവാം, മായ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ LDFൻ്റെ സമയത്ത് അത് സംഭവിക്കില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഈ സംവിധാനത്തെ കർക്കശമായിട്ടും കൃത്യമായിട്ടും ചലിപ്പിക്കാൻ കഴിയണം. അതിവിടെ എത്തിയില്ലെങ്കിൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ആദ്യത്തെ നടപടി എടുക്കേണ്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ്. അന്യ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ DGPയുടെ ഓഫീസിലോ എത്തിച്ചിട്ടും നടപടി എടുത്തില്ലെങ്കിൽ അത് സംവിധാനത്തിൻ്റെ തകരാറാണ്. മാത്രമല്ല, ഇത് വിവരാവകാശ നിയമത്തിന് വേണ്ടി പ്രകാരം അവർ ഇതൊക്കെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി പോയി. എത്ര കാലമായിട്ടും പറ്റാൻ അവസാനം കോടതി പറഞ്ഞപ്പോൾ ഇതൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ കോടതി ഉണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നടപ്പാകൂ എന്ന രീതിയിലേക്ക് പോയാൽ പിന്നീട് എന്തിനാണ് ഭരണം എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഞാനത് ഒരു പാർട്ടിയെ ഒരു മുന്നണിയെ കുറ്റപ്പെടുത്തില്ല, സംവിധാനത്തിന്റെ പാളിച്ചയുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു സജീവൻ. ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, വിവാദ പാരഡി ഗാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. പന്തളം ഏരിയ കമ്മിറ്റി അംഗങ്ങളും പന്തളം രാജകുടുംബവുമായ പ്രദീപ് വർമ്മയാണ് പരാതി നൽകാൻ പോകുന്നത്. അനിൽകുമാർ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലാദ്യം നമ്മൾ പാരഡിയിലേക്ക് വരുന്നത്, ഇപ്പോൾ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ, ജനപ്രാതിനിധ്യ നിയമത്തിൽ ലംഘനമുണ്ടായിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പാരഡി ഗാനത്തിൽ കേസെടുത്തത് ഇടത് അനുകൂലികളായ ചിലരെങ്കിലും അത് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും ആ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ഇത് കേസെടുത്തത് ശരിയായോ എന്ന് ചോദിക്കുന്നത് ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ കൂടിയാണ്. യഥാർത്ഥത്തിൽ അത് വീണ്ടും ജനഹൃദയങ്ങളിൽ ഒരിക്കൽ കൂടി ആ പാട്ടിൻ്റെ വരികൾ സ്ഥാപിക്കാൻ സഹായിക്കില്ലേ? ഇങ്ങനെയൊരു നീക്കം തിരിച്ചടിയാവില്ലേ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടി പരാതി കൊടുക്കാൻ പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അനിൽകുമാർ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, നമുക്ക് ശബരിമലയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തേക്കാം. ഞങ്ങളുടെ ഒളിച്ചു പോകാൻ പോകണം. ആദ്യം ഇപ്പോൾ ഇവിടെ കേൾപ്പിച്ചൊരു ശബ്ദമുണ്ടല്ലോ, ചാണ്ടി ഉമ്മൻ്റെ പോറ്റിയെ കയറ്റിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്താണ്. അത് ഞങ്ങൾക്ക് തന്നെ ഉത്തരവാദിത്തം. ആ പോറ്റിയെ പ്രയാർ ഗോപാലകൃഷ്ണൻ, ഉമ്മൻചാണ്ടി സാർ നിയമിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമല മാത്രമല്ല കയറ്റിയത് കേട്ടോ. സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ സ്വർണം കൊണ്ടുള്ള ബ്രേസ്ലെറ്റ് കെട്ടാൻ ആൻ്റോ ആൻ്റണിയും അടൂർ പ്രകാശ് കൂടെ അവിടെ കൊണ്ടുപോയി സോണിയാഗാന്ധിയുടെ വീട്ടിലും കയറ്റി ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു. അപ്പം ഈ കള്ളം പോറ്റിയെ ഈ അടിച്ചുപോയ സ്വർണത്തിൻ്റെ ഒരു ഭാഗമാണോ സോണിയാഗാന്ധിയുടെ കയ്യെ കൊണ്ട് കെട്ടിയത്? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഈ ചർച്ചയിൽ ബാക്കി ഞാൻ എത്ര സമയം വേണം ഇരിക്കാം. എന്താണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയെന്ന് രാജീവ് പി നായർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രകൃതി പറയാൻ വെല്ലുവിളിക്കുന്നു. അത്രേ ഉള്ളൂ എനിക്ക് ചോദ്യം. ഗോപാലകൃഷ്ണന്റെ സമയത്ത് ശബരിമലയിലെ ഭരണകാലത്ത് ശബരിമലയിൽ പുറത്താക്കിയതാണോ പോയതാണോ അതോ മറച്ചു വയ്ക്കുന്നതാണോ? ഇതേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നടപടിയെടുത്ത് അയാളെ ശബരിമലയിൽ നിന്ന് പുറത്താക്കി എന്ന് വിജിലൻസിന്റെ അന്വേഷണത്തിലുണ്ട്, അഥവാ വിജിലൻസിന് ഇന്റലിജൻസ് കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പുറത്താക്കിയതാണ്. 2017 മുതൽ 16-17 കാലഘട്ടങ്ങളിലാണ് പിന്നീട് ഇയാൾ വീണ്ടും അവതരിക്കുന്നത്. ഞാൻ ഈ ചർച്ചയിൽ സ്പെസിഫിക് ആയൊരു ചോദ്യം ഉന്നയിക്കുന്നുള്ളൂ. പോറ്റിയെ കയറ്റിയത് എവിടെ? ചോദ്യം. പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്സാണ്. അത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ പോറ്റിയെ കൊണ്ട്, കള്ളം പോറ്റിയെ കൊണ്ട് ബ്രേസ്ലെറ്റ് കെട്ടിക്കുന്ന ചിത്രം കണ്ടു. അത് ഈ സ്വർണം കെട്ടതിന് മുമ്പാണോ ശേഷമാണോ?
എന്താണ് ബ്രേസിലേറ്റ് കെട്ടാൻ സോണിയാഗാന്ധിയും ഈ കള്ളം പൂറ്റിയായിട്ടുള്ള ബന്ധം? അതിൻ്റെ ഉത്തരം കോൺഗ്രസ് പ്രതിനിധി പറയുന്നവരെ ഞാൻ അങ്ങയുടെ ചർച്ചയിൽ നിശബ്ദനായി ഇരിക്കാൻ തയ്യാറാണ്. അത് പറഞ്ഞോട്ടെ, പക്ഷേ എനിക്ക് ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം പറയുമെന്ന് അതേ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനുശേഷം ഞാൻ മറുപടി പറയാം. അതൊക്കെ പിന്നെ പറയാം. ഇതിനുത്തരം പറയൂ. ഇതിനുത്തരം പറഞ്ഞിട്ട് പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സാറിന്റെ മോന്റെ ഇത് കേൾപ്പിച്ചത് നിങ്ങളാ. അപ്പൊ പോറ്റിയെ സോണിയാഗാന്ധി പറഞ്ഞോട്ടെ. സർക്കാരല്ല എന്നുള്ളത് കീഴ്ശാന്തിയെ നിയമിക്കുന്നത് സർക്കാരല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പോലും കീഴ്ശാന്തിയെ നിയമിക്കുന്ന കാര്യത്തിലും അരുൺ കോൺഗ്രസിന്റെ പരിചയമുണ്ട്. അനിൽകുമാർ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. സോണിയാഗാന്ധിയെ പിടിച്ചിടേണ്ട ഒരു കാര്യവുമില്ല. സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രമുണ്ടെങ്കിൽ ഇപ്പുറത്ത് കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്ന ചിത്രമുണ്ട്, മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രമുണ്ട്, പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ചിത്രമുണ്ട്. ആ ദൃശ്യങ്ങൾ കാണിക്കണോ? നിങ്ങളിപ്പോ കോൺഗ്രസ് പിണറായി വിജയനോടൊപ്പം നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, കുടുംബസമേതമാണ് നിൽക്കുന്നത്. ഇതേപോലെ തന്നെ എന്റെ ചോദ്യം ഇതേ ഉള്ളൂ. ഇന്ന് റിപ്പോർട്ടർ ചാനൽ അല്ലല്ല ഒച്ച വെക്കണ്ട, റിപ്പോർട്ടർ ചാനൽ ഇന്ന് പുറത്തുവിട്ട ചാണ്ടിയുമ്മന്റെ അഭിമുഖ സംഭാഷണത്തിൽ പാട്ടല്ല പോറ്റിയെ കേറ്റിയെ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു. കേസെടുക്കുമെങ്കിൽ കേസെടുക്കട്ടെ, ഇതാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞത്. അപ്പൊ എന്റെ ചോദ്യം, സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയ്യെ കൊണ്ട് കെട്ടിയ സാധനം എന്താണ്? കള്ളം പോറ്റിയെ കൊണ്ട് സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയത് എന്നാണ്? അത് കോൺഗ്രസിന്റെ പ്രതിനിധി പറയട്ടെ. അങ്ങനെ അസ്വസ്ഥനാകുന്നത് ആ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന് അവസരം കൊടുക്ക്. അരുൺകുമാർ വേണമെങ്കിൽ മുഴുവൻ സമയം അരുൺകുമാറിന് കൊടുക്കുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. കാരണം പുള്ളി സംസാരിച്ചാൽ ഞങ്ങൾക്കൊരു 10 വോട്ട് കൂടുതൽ കിട്ടും. പുള്ളി ആ ലതികാ സുഭാഷിനെ കൊണ്ട് നടന്നിട്ട് അവസാനം എവിടെ എത്തിയെന്നില്ല. അപ്പോൾ പുള്ളി ഇറങ്ങിയാൽ ഞങ്ങൾ ജയിച്ചു എന്ന് കുറച്ചുകൂടി ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് വേണമെങ്കിൽ സമയം കൊടുത്തോ. പിന്നെ ചോദ്യം ചോദിച്ചത് അരുൺകുമാറിന് നിർബന്ധമാണ്. ആ ചോദ്യത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ട്, ഞാൻ മറുപടി പറയണമെന്ന് അരുൺകുമാറിന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ എൻ്റെ സമയം കൂടി അരുൺകുമാറിന് കൊടുക്കുകയാണ്. ഇരുത്തി സംസാരിച്ചു. എന്തൊരു ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറല്ലേ അനിൽകുമാർ, ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറല്ലേ. പുള്ളിക്ക് സമയം കൊടുക്കുക, എനിക്ക് വേണ്ട സമയം, അങ്ങനെ കൊടുക്ക്. അല്ല, എന്തായാലും ചോദ്യം ചോദിച്ചതല്ലേ, മറുപടി പറഞ്ഞു പോകാം. ശ്രീ രാജു പി നായർ. എന്നാ ശരി, അങ്ങനെ ഇപ്പൊ അരുൺകുമാർ ചോദിച്ചോണ്ടെങ്കിൽ ഞാനങ്ങ് പറഞ്ഞേക്കാം. പുള്ളിക്ക് ഈ സ്വപ്ന സുരേഷ് ക്ലിഫ് ഹൗസിൽ ചെന്നപ്പോഴത്തേക്ക് മറ്റേ കുറെ ആഭരണങ്ങളൊക്കെ കൊടുത്തല്ലോ, ആ ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഈ സംസാരം മുഴുവൻ. പുള്ളിയുടെ പ്രശ്നം അതാണ്. ഈ സ്വർണ്ണം എന്ന് പറയുമ്പോൾ അപ്പം തന്നെ പുള്ളിയുടെ തലയിലേക്ക് സ്വപ്ന സുരേഷ് അങ്ങ് കയറി വരും. അങ്ങനെ സ്വപ്ന സുരേഷ് കയറി വരുമ്പോഴത്തേക്ക് പുള്ളി സ്വപ്ന സുരേഷ് മറ്റേ ഷാർജയിലെ ഷെയ്ഖിനെ വഴിതെറ്റിച്ച് ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് എന്തൊക്കെയോ ആഭരണങ്ങളൊക്കെ കൊടുത്തുന്നില്ലേ. നാട്ടുകാർ മുഴുവൻ ഈ സ്വർണത്തിന്റെ പുറകെ നടക്കാന്ന് ഇദ്ദേഹത്തിന്റെ വിചാരം. സ്വർണം വിജയനെ പോലെ, സ്വർണം കണ്ടാൽ അപ്പം തന്നെ എന്ത് കള്ളത്തരവും കാണിക്കുന്ന സ്വർണം വിജയനെ പോലെ അല്ല കേരള രാജ്യത്തെ ആൾക്കാരൊന്നും. അനിൽകുമാർ ഒറ്റ വാക്ക് മറുപടി പറഞ്ഞാൽ മതി. കേരളത്തിലെ ഈ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ കടകംപള്ളി സുരേന്ദ്രനാണെന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ SIT റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഇനി സോണിയാഗാന്ധിയാണ് കടകംപള്ളി സുരേന്ദ്രന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണിച്ചു കൊടുത്തതെന്നുള്ള പത്മകുമാറിന്റെയോ കടകംപള്ളി സുരേന്ദ്രന്റെയോ മൊഴി ഉണ്ടെങ്കിൽ അനിൽകുമാർ പറയുന്ന പണി ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ അപ്പം അനിൽകുമാറിന് മറുപടി പറയാം. അല്ലാണ്ട് നാണം കേട്ട് ഉത്തരവില്ലാത്തവർ വല്ല ഇവരെ കടക്ക് വിളിച്ചു പറഞ്ഞാൽ ഞാൻ മറുപടി പറയേണ്ട കാര്യമുണ്ടോ? നാട്ടിൽ മുഴുവൻ പാട്ടേ. എനിക്ക് സത്യം പറഞ്ഞാൽ പാടാൻ അറിയില്ല. ഞാൻ എൻ്റെ പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രേക്ഷകരെ കൂടി വെറുപ്പിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ആ പാട്ട് ഇപ്പോൾ പാടാത്തത്. അല്ലെങ്കിൽ നാട്ടിൽ കൊച്ചുകുട്ടികൾ പോലും ഇപ്പോൾ പാട്ട് ഫേസ്ബുക്ക് തുറക്കാൻ വഴിയാ ഈ പാട്ടേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസമാണല്ലോ IFFKയുടെ ചർച്ച നടന്നത്. എന്തൊരു ഘോരഘോരമായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്. എന്തൊരു ഘോരഘോരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടില്ലേ, പൊളിഞ്ഞ് പാളീസായത് ഒറ്റ ദിവസം കൊണ്ട്. ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന പിണറായിസ്റ്റുകൾ. ഒരു ആശയ അടിത്തറയും ഇല്ല, ഒരു കമ്മ്യൂണിസവും ഇല്ല, ഒരു ഇടതുമില്ല, വെറും പിണറായിസ്റ്റുകളാണ്. അതുകൊണ്ടായിരുന്നു പറയാം, ഞാൻ പറയുന്നത് കോൺഗ്രസിന് കിട്ടിയ ഈ വിജയത്തിന്റെ പിന്നിലുള്ള ഒരു തിളക്കം എന്താണെന്നറിയോ? ഈ നാടിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷവും വോട്ട് ചെയ്തതാണ്. ഞങ്ങൾ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് മാത്രമൊന്നുമല്ല ഈ വിജയം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ അരുൺകുമാറിന് വേണമെങ്കിൽ എൻ്റെ സ്വന്തം അഭിപ്രായം പറയാം. ഉദയംപേരൂർ പഞ്ചായത്തിലെ മാളേകാടിലെ 1-ാം വാർഡിലാണ് ഞാൻ. CPMന്റെ ഏത് സ്ഥാനാർത്ഥിയും ഏത് ഘട്ടത്തിലും 250 മേലെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന വാർഡാണ്. വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചു നോക്കിക്കോ. അവിടെ ഇപ്രാവശ്യം ജയിച്ചറിയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോറ്റത്ര 260 വോട്ടിന് CPM തോറ്റുപോയി. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ കോൺഗ്രസിനൊപ്പമാണ് അരുൺകുമാറെ. കാരണം ഈ പിണറായിസ്റ്റുകളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതു വിരുദ്ധ, തീവ്ര വലത് രാഷ്ട്രീയം അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്.
നോക്കൂ, ഈ പാട്ട് ഇന്ന് ജനങ്ങൾ മുഴുവൻ നിങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ മാറ്റിക്കോ. ഞങ്ങൾ പത്രസമ്മേളനങ്ങളും ഞങ്ങളുടെ പരിപാടികളും പുറത്ത് റോഡ് ഷോ നടത്തിയും ഞങ്ങൾ ഈ പാട്ടങ്ങ് പാടും. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലെ പാരഡി ഗാനം എന്ന് പറഞ്ഞ് തീർന്ന് ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർന്നു പോകേണ്ടവര് ഇവര് കുഴിയിലേക്ക് കൊണ്ട് സ്വയം ചാടുന്നതിന് തുല്യമല്ലേ? ഇന്ന് കേരളത്തിൽ മുഴുവൻ ട്രെൻഡിങ്. അത് മാത്രമല്ല പുതിയ പുതിയ പാട്ടുകൾ ഇറങ്ങുക. എന്നിട്ട് ഇവരുടെ ഇരട്ടത്താപ്പ് നോക്ക്. ആ മലപ്പുറത്ത് പോയിട്ട് ഇവർ മൂരികൾക്കെതിരെ ഇതേ പാട്ട് ഉപയോഗിച്ച് പാരഡി ചെയ്തു. മൂരികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പാട്ട് ഉപയോഗിച്ച്. എന്തായാലും ഇതിനകത്തൊന്നുമില്ലല്ലോ, വ്യക്തിപരമായ അധിക്ഷേപമൊന്നുമില്ലല്ലോ. ഈ കോടതിയുടെ തീരുമാനങ്ങളുടെ വിധികളുടെ അടിസ്ഥാനത്തിലുള്ള റെഫറൻസുകൾ മാത്രമല്ലേ ഉള്ളൂ. വ്യക്തിപരമായ അധിക്ഷേപം ഒരു ജനവിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പറഞ്ഞു. കുറച്ച് നാൾക്ക് മുമ്പ് കരുണാകരന്റെ വാഹനത്തിന്റെ സ്പീഡ് അതിനു വേണ്ടി ഒരു പാരഡി ഉണ്ടാക്കി ഇല്ലേ? എന്നിട്ട് ഈ കേരളത്തിൽ ശശികലയ്ക്കും RV ബാബുവിനും പ്രതീഷ് വിശ്വനാഥനും ഇല്ലാത്ത വികാരം വ്രണപ്പെടും. ഇവരുടെ വികാരം വ്രണപ്പെട്ടത് ഇന്ന് CPM പിന്തുണച്ചിട്ടുണ്ട്. ശ്രീ രാജു പി നായർ, RV ബാബു അവർക്ക് വ്രണപ്പെടാത്ത വികാരം CPM-ന് വ്രണപ്പെട്ടത് എന്താണെന്നറിയാവോ? കാരണം RSS-ന് മുമ്പേ സഞ്ചരിക്കുന്നവരായി CPM മാറിയിക്കാം. RSS-ന് മുമ്പേ ഇന്ന് RSS-ന്റെ രാഷ്ട്രീയം നടത്തുന്നവരായി CPM മാറി. ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാട്ട് ഉടനീളം ഉപയോഗിച്ചപ്പോ വിജയം കഴിഞ്ഞവരെ ഇവർക്ക് യാതൊരു പരാതിയില്ലായിരുന്നല്ലോ. എപ്പോഴാണ് ഇവരുടെ പരാതി തുടങ്ങിയത്? ഈ പാട്ട് എഴുതിയത് ആരാണ് എന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇവരുടെ പ്രശ്നം തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇത്ര വികൃതമായിട്ടുള്ള നികൃഷ്ടമായ രാഷ്ട്രീയം, RSS നാണിപ്പിക്കുന്ന രാഷ്ട്രീയം ഇവർ തുടങ്ങിയപ്പോഴാണ്. ആ പാട്ട് എഴുതിയത് മറ്റൊരു മതസമൂഹത്തിൽപ്പെട്ട ഒരു അപകടകരമായ ഒരു ചർച്ച കൂടിയാണ്. ഞാൻ അനിൽകുമാറിലേക്ക് പോയതിനു ശേഷം വരാം. രാജു പി നായർ, ജനം അറിയട്ടെ, ജനം തിരിച്ചറിയട്ടെ. അരുൺകുമാർ, ഞാനൊരു ചോദ്യം ചോദിച്ചു, ഉത്തരവില്ല. എന്നിട്ട് ഞങ്ങളെ പള്ളു പറഞ്ഞു. ഇത്തരം ഒരു ചർച്ചയ്ക്കൊന്നും ഞങ്ങളെ വിളിക്കരുത്. ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കള്ളം പൂട്ടി സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയതിന് ഉത്തരവുണ്ടോ? സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് അരുൺ കേൾപ്പിച്ച ചാണ്ടി ഉമ്മന്റെ ശബ്ദം സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയതിനാണ്. അതാണ് എന്റെ ചോദ്യം. കള്ളം പോറ്റിയുടെ കയ്യിലെ ബ്രേസ്ലെറ്റ്, ആ കള്ളൻ പോറ്റിക്ക് കൂട്ടു നിൽക്കുന്ന കോൺഗ്രസ്, കള്ളം പോറ്റിക്ക് കൂട്ടു നിൽക്കുന്ന ആന്റോ ആന്റണി, കള്ളം പോറ്റിക്ക് കൂട്ടു നിൽക്കുന്ന അടൂർ പ്രകാശ്, ആ കള്ളന്മാർക്ക് കഞ്ഞുപറ്റി കൊടുക്കുന്ന VD സതീശൻ. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഒളിച്ചോടി. എന്തിനൊളിച്ചോടി? കടകംപള്ളി സുരേന്ദ്രൻ കേസ് കൊടുത്തപ്പോ എവിടെ തെളിവ്? കൊണ്ടുവന്നോ തെളിവ്? രമേശ് ചെന്നിത്തല 500 കോടി രൂപ എവിടെയാ? 500 കോടി രൂപ രമേശ് ചെന്നിത്തല എവിടെയാണ്? അതുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ ചോദ്യം, സോണിയാഗാന്ധിയുടെ കയ്യില് ഈ കള്ളം പോറ്റി എന്തിന് ബ്രേസ്ലെറ്റ് കെട്ടി? സോണിയാഗാന്ധിയുടെ കയ്യിൽ കള്ളം പോറ്റിയെ കൊണ്ട് ബ്രേസ്ലെറ്റ് കെട്ടിച്ച് സോണിയാഗാന്ധിയുടെ അന്തപുരത്തിൽ ഈ കള്ളം പോറ്റിയെ കയറ്റിയ കോൺഗ്രസിന് എന്റെ മുന്നിൽ അതിന് തെളിവില്ല. അത് ബ്രേസ്ലെറ്റ് ആണ് എന്നതിന് തെളിവില്ല. പക്ഷെ കയ്യിൽ ഒരു ചരട് കെട്ടി കൊടുക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഞങ്ങൾ ലൈബ്രറിയിൽ നിന്ന് പ്ലേ ചെയ്യും. ആ ദൃശ്യങ്ങൾ അല്പസമയത്ത് ഞങ്ങൾ പ്ലേ ചെയ്യാം. കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്ലേ ചെയ്യാം. ഒരു നിമിഷം സർ, രണ്ടുപേരോട് നമുക്ക് എല്ലാ ദൃശ്യങ്ങളും പ്ലേ ചെയ്യാം. പക്ഷെ ഇതിൽ നിന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് ആണ് എന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റുമെന്ന് അത് കയ്യില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ശബരിമലയിൽ സ്വാധീനമുള്ളയാൾ, ശരിയാണ്. ജൻപതിലേക്ക് എത്തുന്നു, അവിടെ സോണിയാഗാന്ധിയെ കാണുന്നു, ആന്റോ ആന്റണിയുടെ ദൃശ്യമുണ്ട്, അടൂർ പ്രകാശിന്റെ ദൃശ്യമുണ്ട്. ഇത്രയും അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ കയ്യിൽ കെട്ടിയിരിക്കുന്നത് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് ആണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ എന്താ തെളിവുള്ളത്? അല്ല, എന്താണ് തെളിവുള്ളത് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് ആണെന്ന്? അത് കയ്യിലൊരു ചരട് കെട്ടി കൊടുത്തതായി കൂടെ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ബാംഗ്ലൂരിലെ അന്ന് ഒരു തരത്തിലുള്ള ആരോപണവും ഇല്ലാതിരുന്ന ഒരു പോറ്റി അവിടെ പോയി സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടി കൊടുക്കുന്നതിനകത്ത് എന്താ പ്രശ്നം? എന്നാണത് കെട്ടിയത്? അരുൺകുമാറെ ഡേറ്റ് എന്ന് പറഞ്ഞ് കെട്ടിയ ഡേറ്റ് എന്ന് പറ. അരുൺകുമാർ അത് കെട്ടിയ ഡേറ്റ് ഒന്ന് പറ. എനിക്ക് ആ ഡേറ്റ് അറിയില്ല. ആ കെട്ടിയ ഡേറ്റ് ഒന്ന് പറ. ആ പിന്നെങ്ങനെ നിങ്ങൾ ഒരു പ്രശ്നം അങ്ങ് പറഞ്ഞോളൂ.
നിങ്ങളൊരു പ്രശ്നമില്ലാതിരുന്ന കാലം അരുൺകുമാർ പറഞ്ഞെങ്ങനെയാ? അല്ലല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളാണ് എനിക്കറിയില്ല, ശ്രീ രാജു പി നായർ. ഇല്ലായിരുന്ന കാലത്ത് കെട്ടിയതാണ്. എനിക്കതറിയില്ല. അരുൺകുമാർ ഈ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ സർക്കാരല്ല കേന്ദ്രം ഭരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ സർക്കാരല്ല കേരളം ഭരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകനെ കൊണ്ട് പറയിപ്പിക്കേ. സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ പാർട്ടിയല്ല കേരളം ഭരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ പാർട്ടിയുടെ അംഗമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള നടക്കുമ്പോ ആ സോണിയാഗാന്ധിയുടെ പാർട്ടിയുടെ ഒരു മുൻ മന്ത്രിയുടെ PS അല്ല അവിടെ ദേവസ്വം കമ്മീഷണറായിട്ടിരുന്ന പിന്നീട് ദേവസ്വം പ്രസിഡന്റായി ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ആരാ? പ്രയാർ ഗോപാലകൃഷ്ണൻ കൂടെ നിൽപ്പുണ്ടല്ലോ. ദേവസ്വം ബോർഡ് കൂടെ നിൽപ്പുണ്ടല്ലോ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആൾ കൂടെ നിൽപ്പുണ്ടല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആൾ കൂടെ നിൽക്കുന്നു. എന്നാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത്? കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു. ഈ പറയുന്ന കോൺഗ്രസുകാരെ, ഉമ്മൻചാണ്ടിയുടെ മകനെ, സതീശനെ, രമേശ് ചെന്നിത്തലയെ, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്നാണ് ഉമ്മൻചാണ്ടി, എന്നാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളം പോറ്റി കയറിയത്? ശരി, എന്തിനാണ് കള്ളം പോറ്റി കയറിയത്? കള്ളം പോറ്റിയ സമ്മതിച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു കീഴ്ശാന്തിയെ കൊണ്ടുവന്ന് ആ കീഴ്ശാന്തിയെ കൊണ്ട് CPMന്റെ കാലത്ത് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം, ജയിലിൽ കിടക്കുന്ന CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം സ്വർണ്ണക്കൊള്ള നടത്താൻ വേണ്ടി ഇടനിലനിന്നു എന്ന് പറയുന്നതിലും വലിയ അധിക്ഷേപമുണ്ടോ പാർട്ടിക്ക്? പിന്നെന്തിനാ ഇങ്ങനെ ഒരു പാർട്ടി? ഉമ്മൻചാണ്ടി സർക്കാരാണ് കൊണ്ടുവന്ന് നിൽക്കേണ്ട. തത്വത്തിൽ അങ്ങനെ വിചാരിച്ചാൽ പോലും സർക്കാരിന് കീഴ്ശാന്തി നിയമിക്കുന്ന പരിപാടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിൽ അത് കോൺഗ്രസിനുമില്ല CPMനുമില്ല. പക്ഷേ അനിൽകുമാർ, അങ്ങനെ കോൺഗ്രസിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണക്കൊള്ള നടത്താനുള്ള ഇടമൊരുക്കി കൊടുത്തത് പത്മകുമാറല്ലേ? പത്മകുമാർ സോണിയാഗാന്ധിയുടെ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണോ? അരുൺകുമാറിനോട് ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കുന്നുള്ളൂ. പത്മകുമാറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞു പോറ്റിയെ കയറ്റിന്ന്. എൻ്റെ വാദം പോറ്റിയെ കയറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. 1. 2, അത് ശബരിമല മാത്രമല്ല, സോണിയാഗാന്ധിയുടെ അന്തപ്പുരത്ത് കയറ്റി. അവിടെ കയറി കയ്യിലെന്തോ കെട്ടുന്ന കണ്ടു. സ്വർണ്ണമാണോ വെള്ളിയാണോ കിട്ടിയത് എനിക്ക് അറിയത്തില്ല. കോൺഗ്രസുകാരനോട് ചോദിക്കുക. അല്ല, കോൺഗ്രസുകാരോട് ചോദിക്കുക. കോൺഗ്രസുകാരനോട് ചോദിക്കുക. നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യുക. തൽക്കാലം ആ കോൺഗ്രസുകാരെ അടുത്തിരിപ്പുണ്ടല്ലോ, ഞങ്ങളെ പള്ളി പറഞ്ഞ മാന്യൻ അടുത്തിരിപ്പുണ്ടല്ലോ, ആ മാന്യനോട് ചോദിക്കാൻ നാക്കെന്താ പൊന്താത്തത്? സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലാണോ? ആ ചോദ്യത്തിന്റെ പ്രസക്തി പോലും എനിക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നില്ല. പക്ഷേ രാജു പി നായർ, അങ്ങേക്ക് ഇതെന്നാണെന്ന് അറിയാമെങ്കിൽ അങ്ങേക്ക് മറുപടി നൽകാം. കുമാറേ, ഈ വ്യക്തിപരമായിട്ട് പറയുന്നത് എനിക്കിഷ്ടം. പക്ഷെ നാണം കെട്ട കള്ളത്തരം ഇങ്ങനെ പറയാമോ? നാണം കെട്ട കള്ളത്തരം. അദ്ദേഹം എന്താ പറയുന്നത്? എനിക്കറിയില്ല, സ്വർണ്ണമാണോ കെട്ടിയതെന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങളെന്തിനാ ബ്രേസ്ലെറ്റാ കെട്ടിയെന്ന് പറഞ്ഞത്? അല്പമെങ്കിലും അരുൺകുമാർ, നിങ്ങൾക്ക് എന്താണ് കെട്ടി? ഞാൻ പറയട്ടെ, ഞാൻ മിണ്ടായിരുന്നാണല്ലോ. ആദ്യഘട്ടത്തിൽ നിങ്ങളാണല്ലോ പറഞ്ഞത് ബ്രേസ്ലെറ്റ് ആണ്. അതിനല്ലേ എന്നോട് മറുപടി വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. നിങ്ങൾ ആദ്യഘട്ടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, ഞാൻ അതിൽ ഇടപെട്ടില്ല. നിങ്ങൾ ആദ്യം അന്തസ്സില്ലാതെ നീചമായി പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കല്ലേ, നമ്മളെല്ലാവരും വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ. യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ചയുടെ കാമ്പിലേക്ക് പോലും എത്തിയിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് കറങ്ങുകയാണ്. ആ വരികളിലല്ല പ്രശ്നമുള്ളത്, ആ വരികൾക്കിടയിലുള്ള രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. ഒരു നിമിഷം അനിൽകുമാർ, നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണട്ടെ. അതിൽ നിന്ന് ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ എന്നത് പ്രേക്ഷകരും കൂടി ഒന്ന് തീരുമാനിക്കും. ഒരു നിമിഷം ആവശ്യമില്ലാതെ ജനങ്ങളെ കൂടി ഇതിനകത്ത് തെറ്റിദ്ധരിപ്പിക്കല്ല. പറഞ്ഞ സ്ഥിതിക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത് മാത്രം. ആ ദൃശ്യങ്ങളിൽ നിന്ന് കയ്യിൽ കെട്ടിയിരിക്കുന്നത് ബ്രേസ്ലെറ്റ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ആ ദൃശ്യം. ഞാൻ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ശരി, ഞാൻ ജനങ്ങൾ മനസ്സിലാക്കുന്ന രീതി പറഞ്ഞുതരാം. അരുൺകുമാർ ആദ്യം പറയുന്നത് എന്നോട് ചോദിച്ച കേൾക്കുന്നേ ശ്രീ രാജു പി നായർ പറയും. ശ്രീ അനിൽ, എനിക്കറിയാം ഈ വിഷയത്തിൽ അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. അത് രാജു പി നായർ മറുപടി പറയും. ഒരു നിമിഷം, നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം.
നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. അനിൽകുമാർ ആദ്യം ഈ ചർച്ചയിൽ പറഞ്ഞത് ഈ സോണിയാഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിയത് എന്തിനാണ് എന്ന് രാജു പി നായർ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചർച്ചയ്ക്കുള്ളൂ. രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒന്നുകൂടി ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു കെട്ടിയത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ ബ്രേസ്ലെറ്റ് ആണെന്ന് പറഞ്ഞത്? നിങ്ങൾ എങ്ങനെയാ പറഞ്ഞത്? ഇയാളെ കൊണ്ടുപോയി നിങ്ങളുടെ ധാരണ പറയാനുള്ളത് വീട്ടിൽ പോയി പറയണം. നിങ്ങളുടെ ധാരണ വീട്ടിൽ പറയാനുള്ളത് വീട്ടിൽ പോയി ഭാര്യയും മക്കളെ വിളിച്ചിട്ട് പറയണം. ചാനലല്ല പറയേണ്ടത്. നിങ്ങളുടെ ധാരണ പറയാം. വീട്ടിൽ പോയി ഭാര്യയും മക്കളെ വിളിച്ചിട്ട് പറയണം. അല്ലെങ്കിൽ ആ ക്ലിഫ് ഹൗസിലേക്ക് വിട്ടുപിടിച്ചോ. ആ ക്ലിഫ് ഹൗസിലേക്ക് വിട്ടിട്ട് പിണറായി വിജയനും മക്കളെ വിളിച്ചിട്ട് പറഞ്ഞോ നിങ്ങളുടെ ധാരണ. സോണിയാഗാന്ധി മേലേക്ക് തന്റെ ധാരണയും കൊണ്ടുവരണ്ട കേട്ടാ. അത് വേണ്ട. തെമ്മാടിത്തരം പറഞ്ഞിട്ട് തെമ്മാടി വന്നിരുന്നു. വ്യക്തിപരമായി ചർച്ച പോകേണ്ടി വരും. എന്റെ ധാരണ എന്ന് പറഞ്ഞ് സിപിഎമ്മിന്റെ പ്രതിനിധി സോണിയാഗാന്ധി നമുക്കറിയാവുന്ന വസ്തുത പറഞ്ഞു പോകാം. നമുക്കറിയാവുന്ന വസ്തുത പറഞ്ഞു പോകാം. ഈ ചർച്ചയിൽ നമ്മൾ അഞ്ചു പേരുണ്ടല്ലോ. ഈ പാനലിൽ ഇരിക്കുന്ന ഒരാൾക്കും ഈ ചർച്ചയിലെ പാനലിൽ ഇരിക്കുന്ന ഒരാൾക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ കിട്ടിയത് സ്വർണത്തിൽ പൊതിഞ്ഞ ബ്രേസ്ലെറ്റ് ആണ് എന്ന് അറിയില്ല. അതല്ലേ വസ്തുത അനിൽകുമാർ? ആ വസ്തുത അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ എന്തിനാണ് ഈ സോണിയാഗാന്ധി ഇതിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്ത് കെട്ടി എന്ന് പറയൂ. അത് ചരട് കെട്ടി എന്ന് സങ്കല്പിച്ചാൽ പോലും അതിന്റെ പ്രസക്തി എന്താണ് കെട്ടിയത് എന്ന് കെട്ടി. എന്താണ് കെട്ടിയത് എന്ന് കെട്ടി. ശരി, എന്ന് കെട്ടി എന്നുള്ളത് രാജു പി നായർ അറിയാമെങ്കിൽ അത് പറഞ്ഞോളൂ. എന്ത് കെട്ടി, എന്താണ് കെട്ടിയത്, എന്നാണ് കെട്ടിയത്. ശരി, അതിനേതോ ഒരു വാക്ക് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചോദ്യം ചോദിച്ചാൽ രാജു പി നായർ ഒരു നിമിഷം. ഷാബുവിന് അറിയാമെന്ന് തോന്നുന്നു. ഷാബുവിന് അറിയാമോ എന്താ കെട്ടിയത്, എന്നാ കെട്ടിയത്? അല്ലല്ല, കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ മതി. ഈ മനുഷ്യൻ ഇവിടെ സ്വയം വിഡ്ഢിവേഷം കെട്ടി വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയുടെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നതിന് അരുൺകുമാർ അറിഞ്ഞോ അറിയാതെയോ വഴങ്ങുകയാണ്. അല്ലല്ല, വളരെ ഗൗരവമേറിയ ഒരു വിഷയം വന്നപ്പോൾ രാജു പി നായർ മറുപടി പറയാതെ പോലെങ്കിൽ നാളെ ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കിടക്കുന്നതാണ്. ദൃശ്യങ്ങളും വാക്കുകളും പലതരത്തിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് വസ്തുതവരുത്തി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ ഇന്നലെ മുതൽ സോണിയാഗാന്ധിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രചരണമുണ്ട്. അതിൽ എന്ത് വാസ്തവം എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് രാജു പി നായർ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകാതെ അതിന്റെ മെറിറ്റിലേക്ക് വരാം. അനിൽകുമാറും ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അത് ബ്രേസ്ലെറ്റ് അല്ല, അത് ഒരുപക്ഷെ ചരടായിരിക്കാം. അത് എന്ന് കെട്ടിയെന്ന് നമുക്കറിയില്ല. അത് എന്ന് കെട്ടിയാലും അതിനൊരു പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത് തന്നെ ആവർത്തിക്കുന്നു. രാജു പി നായർ, അങ്ങേക്ക് ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് എത്തിയാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് CPI. ഞാൻ പറയാം. ഓ, പറഞ്ഞോളൂ. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശരി, എന്ന് കെട്ടിയെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും ഈ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ എന്തായാലും 2019 തട്ടിപ്പ് നടക്കുന്നതിന് മുമ്പാണ് അല്ലെ ഈ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഇയാളെ ഉപയോഗിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നുള്ളതാണ് പത്മകുമാറിന്റെ മൊഴി. ഇപ്പൊ അനിൽകുമാർ പറഞ്ഞതിന്റെ മുഴുവൻ പൊള്ളത്തരവും മനസ്സിലായില്ലേ? പിന്നെ ഞാൻ വ്യക്തിപരമായി പറയുന്ന ആളല്ല, പക്ഷെ തന്റെ വ്യക്തിപരമായ അഭിപ്രായവും തന്റെ വ്യക്തിപരമായ നിഗമനവും ഒരു പാർട്ടിയുടെ കാര്യമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ പ്രസിഡന്റിനെ പറഞ്ഞാൽ ഞാൻ ചീത്ത പറയും. അത് പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. ഇങ്ങേര് സത്യം പറഞ്ഞ ഈ ചർച്ചകളിൽ മുഴുവൻ വിഷയം നന്നായി പഠിച്ച് ചർച്ച ചെയ്യുന്ന ആളാണ്. നമ്മൾ ചർച്ചകൾക്ക് വേണം. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായ ചർച്ചയിലേക്ക് പോകുന്നില്ല. വ്യക്തിപരമായ ചർച്ചകളിലേക്ക് പോകുന്നില്ല. നമുക്കൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണല്ലോ വിഷയം. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഞാനൊന്ന് ഷാബു പ്രസാദിലേക്ക് പോകുന്നു. ഷാബു പ്രസാദ്, ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത ഈ പാരഡി ഗാനം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതിയായി നൽകാൻ പോകുന്നു CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ്. അപ്പോൾ പരാതി കൊടുക്കുന്നത് പന്തളത്തെ ഒരു രാജകുടുംബാംഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വീണ്ടും CPIM ഇടതുമുന്നണി അബദ്ധത്തിൽ നിന്ന് അബദ്ധത്തിലേക്ക് പോവുകയാണോ ഷാബു പ്രസാദ് ഈ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട്?
തീർച്ചയായിട്ടും അരുൺകുമാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണ്. അബദ്ധത്തിൽ നിന്ന് അബദ്ധത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ സർക്കാരും CPM പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പറ്റി ഘോരഘോരം കടന്ന് ബഹളം വെക്കുകയും, മറുവശത്ത് ഒരു നിർദോഷമായ അവർക്ക് ദോഷമായി, പക്ഷെ ഇവിടെ എല്ലാവരും കേട്ടവർ മുഴുവനും അത് ആസ്വദിക്കുകയാണ് ചെയ്തത്. എനിക്കിത് ആരാണ് എഴുതിയതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആരെഴുതി എന്നുള്ളതല്ല ഇവിടെ ഇതിന്റെ പ്രസക്തി, അതിന്റെ പക്ഷെ അത് രസകരമായ രീതിയിൽ നമുക്കത് ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവർ ഇതിനെ മൈൻഡ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ, ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് വെല്ലുവിളികളും വെല്ലുവിളികളും കുറെ ബഹളങ്ങളൊക്കെ ഉണ്ടായി. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. അത് അവിടെ തീരേണ്ട കാര്യമാണത്, അവിടെ തീരുമായിരുന്നു. പക്ഷെ ഇവർ വീണ്ടും കുത്തിപ്പൊക്കി ഇവരുടെ ധാരണ. ഇപ്പൊ ഈ പന്തളം രാജകുടുംബത്തെ കൊണ്ടുവന്നിരിക്കുന്നു പറയുന്നു. ഞാൻ പന്തളംകാരനാണ്, ആ രാജകുടുംബമായിട്ട് സാമാന്യം നല്ല പരിചയമുള്ള ഒരാളാണ്. അതായത് ഈ പന്തളം രാജകുടുംബം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ സെൻട്രൽ ട്രാവൻകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്താൻ വലിയ നിർണായക പങ്ക് വഹിച്ചൊരു സ്ഥലമാണ് പന്തളം രാജകുടുംബം. ഇഷ്ടംപോലെ ആ പറഞ്ഞ കട്ട കമ്മ്യൂണിസ്റ്റുകാർ ആ കുടുംബത്തിൽ ഇപ്പോഴും ഉണ്ട്. അതിലൊരാളെ പന്തളം രാജകുടുംബം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വർമ്മയെ പിടിച്ച് മുമ്പ് നിർത്തിക്കൊണ്ട് കളിക്കുന്ന ഈ കളി ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവർക്ക് ഇനിയും സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM അവർക്ക് വ്യക്തമായ നല്ല സംഘടനാ സംവിധാനമുണ്ട്, അവർക്ക് സിസ്റ്റമുണ്ട്. ഇനിയും ഇലക്ഷന് 3-4 മാസം സമയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് യാഥാർത്ഥ്യബോധത്തോടുകൂടി മനസ്സിലാക്കി വേണ്ട കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനുള്ള സമയമുണ്ട്. കുറഞ്ഞപക്ഷം നല്ലൊരു മത്സരം കാഴ്ചവെക്കാനുള്ള സമയമെങ്കിലും അവർക്കുണ്ട്. അതിന് പകരം അവർ ഈ പണിക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ പണി എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ള കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശ്രീ അനിൽകുമാർ ഇവിടെ ഇല്ല. ഞാൻ ശരിക്കും വ്യക്തമായി സംശയിക്കുന്നു, ഈ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ ഈ അനിൽകുമാറിനോട് അവർക്ക് എന്തോ പ്രത്യേക ദേഷ്യമുണ്ട് എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസവും കണ്ടു ഒരു ചാനലിൽ ചെന്നിരുന്ന് ഇതേപോലെ കടന്ന് ബഹളം വെച്ച് അവസാനം ക്ഷണിച്ചു വരുത്തിയ അവതാരകൻ ഇറങ്ങിപ്പോവല്ലേ എന്ന് പറയുന്ന കേട്ടു. ഇതിന്റെ അകത്തോടൊക്കെ ഈ വിഡ്ഢിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. അയാൾ മാത്രമല്ല, ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത്. ഇങ്ങനെയാണ് ഇവരുടെ പോക്കെങ്കിൽ, അതുപോലെ ഈ പുതിയ ഇതിന്റെ നിങ്ങൾ പുറത്തുവിട്ട ഈ എക്സ്ക്ലൂസീവ് പോലീസ് സ്റ്റേഷൻ എക്സ്ക്ലൂസീവ്, അതായത് ഇങ്ങനെ ഓരോ ദിവസം കാര്യങ്ങൾ ഇവർക്ക് എതിരായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇഷ്യൂസ് ആയിട്ട്. ഞാൻ ഒന്ന് സജീവനിലേക്ക് പോകുന്നു. ശ്രീ സജീവൻ, ഇപ്പോൾ ഈ പാർട്ടി ഗാനത്തിന്റെ പുറത്ത് നടക്കുന്ന ചർച്ചയും അതിന്മേലുള്ള നിയമ നടപടികളും വീണ്ടും CPM കുരുക്കായി മാറുന്നു എന്നുള്ളതാണ് പല ഇടത് നിരീക്ഷകർ കൂടി പറയുന്നത്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ കൂടി മലപ്പുറത്തെ കുത്തിക്കൊണ്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഇവിടെ മുസ്ലിം ലീഗിനെ കുറിച്ച് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ന്യൂനപക്ഷങ്ങൾക്കിടയിലെ മതേതര പാർട്ടി എന്നായിരുന്നു. അങ്ങനെയാണ് ഗോവിന്ദ മാഷ് അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ അത് വെള്ളാപ്പള്ളി നടേശൻ, ഏത് വെള്ളാപ്പള്ളി നടേശൻ? മുഖ്യമന്ത്രി ഷാൾ ഇട്ട് സ്വീകരിച്ച വെള്ളാപ്പള്ളി നടേശൻ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്തിനു വേണ്ടിയെല്ലാം ഊറ്റിയെടുക്കുന്ന മതവിദ്വേഷം പരത്തുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. ഈ വെള്ളാപ്പള്ളി നടേശനെയും ഇടതുപക്ഷത്തിൻ്റെ ഫോൾഡറിൽ ഇട്ടുകൊണ്ട് എത്ര കാലം സജീവമായിട്ട് ഒരു ക്യാമ്പയിൻ നടത്താൻ സാധിക്കും? അകന്നുപോയ ന്യൂനപക്ഷങ്ങൾ തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? രണ്ടാമത്തെ ഒരു കാര്യം, ഇടത് ഹിന്ദുത്വ എന്ന പദം, അത് തോമസ് ഐസക്കാണ് ഫേസ്ബുക്കിലൂടെ അടുത്ത കാലത്ത് ഉപയോഗിച്ചത്. ആ ഇടത് ഹിന്ദുത്വ എന്ന ആശയം ശക്തി പ്രാപിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണയെങ്കിലും ഉണ്ടാവില്ലേ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകളിലൂടെയും അതിനെ പിന്താങ്ങുന്നുണ്ടെങ്കിൽ? രണ്ടാമത് ഇപ്പോൾ ഈ പാർട്ടി ഗാനത്തിൻ്റെ പേരിൽ ഹിന്ദു ഐക്യ മുന്നണിക്ക് പോലും വ്രണപ്പെടാത്ത വികാരം CPMലെ ഇടതനുകൂലികൾക്ക് വ്രണപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇടത് ഹിന്ദുത്വത്തിൻ്റെ തെളിവായി നമുക്ക് പറയേണ്ടി വരുമോ? അങ്ങനെ ഒരു നരേഷൻ വന്നാൽ അതിന് കുറ്റം പറയാൻ പറ്റുമോ സജീവൻ? ഇടത് ഹിന്ദുത്വ രൂപപ്പെടുന്നു അല്ലെങ്കിൽ തലയുയർത്തുന്നു പറയുന്നത് ഒരു തെറ്റിദ്ധാരണയല്ല, ശരിയായ ധാരണയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ കുറച്ചു കാലമായി പറയുകയും ആ വെള്ളാപ്പള്ളി നടേശനെ തലയിലേറ്റി നടക്കുകയും ചെയ്യുന്നതിലൂടെ തന്നെ വളരെ വ്യക്തമാണ്, ഒരു സംശയമില്ല. കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാലത്ത് CPM ഏറ്റവും ശത്രുതയോട് കൂടിയിട്ട് CPM ആക്രമിച്ച ഒരാളാണ്. ആ സമയത്ത് പ്രതികരിക്കാൻ പോലും പറ്റാതിരുന്ന രീതിയിൽ ആയിരുന്നു CPM. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ഗുരുവിനെ കുറിച്ചുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഇത് വെച്ച് പ്രതികരിക്കാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് അവർ സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനവും ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, വെള്ളാപ്പള്ളി നടേശന് പോലും അറിയാം. അദ്ദേഹം എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടി, ഞാൻ ഗുരുവിൻ്റെ പാത
പിന്തുടരുന്ന ആളാണെന്ന് പറയുക. വെള്ളാപ്പള്ളി നടേശൻ ഒരു കാലത്തും ഗുരുവിൻ്റെ പാത പിന്തുടർന്നിട്ടില്ല. ജാതീയമായിട്ടും മതപരമായിട്ടും എത്രമാത്രം വിഭാഗീയത ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും വിഭാഗീയത ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം. ഈഴവനെക്കുറിച്ച് മാത്രം പറയുന്ന ഒരാളാണ്. ഗുരു ഒരിക്കൽ പോലും ഈഴവനെക്കുറിച്ച് പറഞ്ഞില്ല. ജാതി ഈ ലോകത്ത് നിന്ന് ഈ രാജ്യത്ത് നിന്ന് നിയമം മൂലം നിർമ്മാർജ്ജനം ചെയ്യണം, അതിന് സർക്കാർ ഇടപെടണമെന്ന് പറഞ്ഞയാളാണ് ശ്രീനാരായണ ഗുരു. ഈ വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ മലപ്പുറത്ത് നടത്തിയിട്ടുള്ള മഞ്ചേരിയിൽ നടത്തിയുള്ള പ്രസംഗം അത് അങ്ങേയറ്റം വർഗീയമായിരുന്നില്ലേ? അത്രയും ഒരു രീതിയിലുള്ള വെള്ളാപ്പള്ളി നടേശനെ തലയിൽ എഴുന്നള്ളിച്ച് കൊണ്ട് നടന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ വീഴ്ചകളിൽ പ്രധാനപ്പെട്ട കാരണം. കാരണം മുസ്ലിം ന്യൂനപക്ഷത്തിന് മനസ്സിലായി തങ്ങൾക്കെതിരെ തിരിയുന്ന ഒരാളെയും കൊണ്ടാണ് നടന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ബി ജെ പിയിൽ കാര്യമായ പിന്തുണ കിട്ടാത്ത, ബി ജെ പിയുടെ അടുത്ത് നിന്ന് കാര്യമായി പിന്തുണ കിട്ടാത്ത, NDAയിൽ വേണ്ടത്ര പരിഗണന കിട്ടാത്ത തൻ്റെ മകൻ്റെ പാർട്ടി BDJS-നെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷിയാക്കി മാറ്റണം. അതാണ് അദ്ദേഹം ഇന്ന് ഈ ലീഗിനെതിരെ പറയുമ്പോൾ പോലും പറഞ്ഞ വേറൊരു കാര്യം. ഇത്തരത്തിൽ തന്ത്രപരമായിട്ട് പണ്ട് SRP ഒക്കെ ഉണ്ടാക്കിയ കാലത്തെ പോലെ ഏതെങ്കിലും ഒരു മുന്നണിയിൽ ചേർന്നിട്ട് ഒരു മന്ത്രിസ്ഥാനമൊക്കെ കിട്ടാൻ വേണ്ട ഒരു ശ്രമം, ആ ശ്രമത്തിന് വേണ്ടിയുള്ള കളിയാണ്. അദ്ദേഹത്തെ ഒരിക്കൽ പോലും CPM-ന് അവർക്ക് അവരുടെ ശരിയായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് നേടാം. ഇദ്ദേഹത്തെ പോലെ വെള്ളാപ്പള്ളി നടേശനെ പോലെ ജാതിയും മതവും പറയുന്ന വർഗീയ വിദ്വേഷം മാത്രം പലപ്പോഴും സംസാരിക്കുന്ന ഒരാളെ കൂട്ടുപിടിച്ചാൽ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഈ രാജു പി നായർ, വെള്ളാപ്പള്ളി നടേശൻ ഈ മുന്നണിയുടെ ഐശ്വര്യം എന്ന മട്ടിൽ UDF എഴുതി വെക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? ഇന്നത്തെ വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. മുസ്ലിം ലീഗിനെ മതവിദ്വേഷ പാർട്ടിയായിട്ട് മാത്രമല്ല മലബാറിനു വേണ്ടിയെല്ലാം ഊറ്റുന്ന പാർട്ടി എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇടത് ഹിന്ദുത്വ എന്ന ആശയം അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല പൊതുജനങ്ങൾക്കിടയിലും ഒരു ധാരണയായിട്ട് വളർത്തുക, ആ ഒരു രാഷ്ട്രീയ തന്ത്രം ഇനി വരും ദിവസങ്ങളിൽ UDF പയറ്റാൻ ശ്രമിക്കുമോ? അതിനുള്ള തെളിവുകൾ 2-3 ഘട്ടങ്ങളിലായിട്ട് വരുന്നുണ്ട്. ഒന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ UDF-ന് കിട്ടിയ വിജയം മലപ്പുറം ബെൽറ്റിൽ നിന്ന് കിട്ടിയ വിജയം മാത്രമാണ്, ചില പോക്കറ്റുകളിൽ മാത്രമാണ്. അത് വർഗീയമായ വോട്ടുകളാണ് എന്ന തരത്തിലുള്ള നരേഷൻ CPM ക്യാമ്പുകളിലുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും LDF-നാണ് മുൻതൂക്കം. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, അതേപോലെ പാലക്കാട്, കാസർഗോഡ് ഒക്കെ നോക്കുമ്പോൾ. അപ്പോൾ 7-7 എന്ന ബലാബലം നിൽക്കുന്ന ഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന നാളുകളിൽ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമായി മാറാൻ പോകുന്നത് എന്തായിരിക്കും? രാജു പി നായർ. അരുൺകുമാർ, വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകളും അതിനോടുള്ള സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും പ്രതികരണങ്ങളെല്ലാം കോൺഗ്രസിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നിലമ്പൂർ പൈലറ്റായിട്ട് പോയത് വെള്ളാപ്പള്ളി നടേശനാണല്ലോ. എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അവർ ഉണ്ടാക്കുന്ന ഇടത് ഹിന്ദുത്വ ആഖ്യാനം കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടാണ്. അത് തൃക്കാക്കരയിൽ ഇവർ പറഞ്ഞു, പുതുപ്പള്ളിയിൽ പറഞ്ഞു, അതുപോലെ തന്നെ പാലക്കാട് പറഞ്ഞു, നിലമ്പൂർ പറഞ്ഞു, എല്ലായിടത്തും ഇവർ ഈ ആഖ്യാനം ഉണ്ടാക്കി പരാജയപ്പെട്ടു പോയതാണ്. ഞാൻ പക്ഷേ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ ഞാൻ കിട്ടുന്നതിന് ഞാൻ സന്തോഷിക്കുന്നവനല്ല. കാരണം കേരളത്തിൻ്റെ പൊതു മതേതര സ്വഭാവത്തിൽ ഇന്ന് BJP ഡിക്ലൈനിങ്ങിലാണ്. ഇപ്പോൾ തിരുവനന്തപുരം വെച്ചുകൊണ്ട് പറയുമ്പോൾ പോലും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വോട്ട് വീതം താഴത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. കൂടി ഇപ്പോൾ തിരുവനന്തപുരം മാത്രമാണ് ഇവർക്ക് പറയാൻ കഴിയുന്ന ഒന്നുള്ളത്. അവിടെയും അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന് BJP-യിലേക്ക് CPM-ന്റെ കേഡർമാരെ തള്ളിവിടുന്ന അവസ്ഥയിലേക്ക് ഇവർ ഈ ആഖ്യാനം എത്തിക്കുകയാണ്. അപകടകരമായ അവസ്ഥയാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാട്ടുവിവാദം പറഞ്ഞല്ലോ, പാട്ടുവിവാദത്തിലെ ഇടത് സൈബർ സഖാക്കൾ ഇന്ന് ഇടുന്ന ആഖ്യാനം നോക്കൂ. മുസ്ലിം ആയ ഒരു ചെറുപ്പക്കാരൻ അയ്യപ്പനെ അപമാനിച്ചു എന്ന രീതിയിലേക്ക് ഇന്ന് പറയുന്നത് BJP-യും RSS-ഉം അല്ല, CPM-ന്റെ സൈബർ ഹാൻഡിലുകളാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഇസ്ലാമോഫോബിയ കത്തിച്ചുകൊണ്ട് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചുപിടിക്കാം എന്ന് ചിന്തിച്ചിരുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയം സത്യത്തിൽ ചെയ്തിരിക്കുന്നത് ത്രിപുരയിലും ബംഗാളിലും പോലെ ഈ CPM-ന്റെ അടിത്തട്ടിലുള്ളവർക്ക് RSS-ലേക്കും BJP-യിലേക്ക് പോകാൻ യാതൊരു ഇതിൻ്റെയും പ്രശ്നമില്ല, പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഞാൻ പക്ഷെ അഭിമാനത്തോട് പറയുന്നു, ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ആശങ്കയുണ്ടായിരുന്നതാണ്. മുനമ്പം ഉൾപ്പെടെ മറ്റു പല വിഷയങ്ങളും, പാലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി BJP ക്രിസ്തീയ സമൂഹത്തിനകത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഭയത്തോടെ കണ്ടിരിക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ള ആശങ്കയോടെ നോക്കിയിരിക്കുകയും ചെയ്യും. പക്ഷെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, ഈ പഴിയാവുന്ന കലക്ക് മുഴുവൻ കലക്കിയിട്ട്
മുനമ്പത്ത് അത് BJPക്ക് ഗുണമുണ്ടാക്കാൻ പിണറായി വിജയൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിട്ട് കേരളത്തിലെ ക്രിസ്തീയ സമൂഹം BJPക്ക് കൈ കൊടുത്തില്ല എന്നുള്ളത് അഭിമാനത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണ് പിണറായി വിജയൻ CPM അണികളെ BJPക്ക് സംഭാവന ചെയ്യുന്ന ഈ നിലപാടെടുക്കുന്നത്. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇവർക്കിനി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല. കാരണം അവർക്കെല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അവരുടെ ജീവിത പ്രശ്നങ്ങളും ഇന്ന് ഈ പറയുന്ന എല്ലാത്തിൻ്റെ കണ്ടില്ലേ, VC നിയമനത്തിൽ പോയി എങ്ങനെ സെറ്റിൽ ചെയ്തു, PMC പദ്ധതിയിൽ എങ്ങനെ സെറ്റിൽ ചെയ്തു, ലേബർ കോഡിൽ എങ്ങനെ സെറ്റിൽ ചെയ്യുന്നു, എന്താണ് ഇതെല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടി പിണറായി വിജയനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ന്യൂനപക്ഷങ്ങൾ ഇന്ന് RSSനോട് എന്ന പോലെ CPMൽ ആശങ്കയാണ്. CPMനോട് ഭയമായിട്ട് മാറുന്ന ന്യൂനപക്ഷത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അവരെ ഭീകരവാദികളായി ചിത്രീകരിക്കാൻ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ വർഗീയവാദികളെ സ്വന്തം കാറിൽ കയറ്റി ഞാൻ അതിനൊത്താശ ചെയ്തു കൊടുക്കുമെന്ന് പറയുന്ന പിണറായി വിജയനെ കേരളത്തിലെ ന്യൂനപക്ഷം ഭീതിയോടുകൂടിയാണ് കാണുന്നത്. അതിവർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിനെ വലിച്ചു കീറുന്നതാണ് ഈ 10 വോട്ടിന് വേണ്ടി കാണിക്കുന്ന നാണക്കേട് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്റെ കേരളം അത് ഇവരെ കുളമാക്കുമോ, അല്ലെങ്കിൽ എന്റെ കേരളത്തെ വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമോ എന്ന മലപ്പുറത്ത് 10 ലക്ഷം വോട്ട് ഇടതുമുന്നണിക്ക് കിട്ടിയിട്ടുണ്ട്. അരുൺകുമാർ, 10 ലക്ഷം വോട്ടിന്റെയും ഒരു കണക്കുമല്ല. ഞാൻ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവലോകനത്തിന് പോകണമെങ്കിൽ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പോവാം. കേരളത്തിൽ എല്ലാ കാലത്തും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന കേഡർ സംവിധാനത്തിന്റെ മേന്മയിലാണ് ഇവർ ജയിക്കുന്നത്. ഇന്ന് ആ കേഡർ സംവിധാനത്തിന്റെ മേന്മ നിൽക്കുമ്പോൾ പോലും അതിനപ്പുറത്തെ 2010 എന്തായിരുന്നു? 2011 എന്റെ മണ്ഡലമായ തൃപ്പൂണിത്തുറയിൽ BJPക്ക് 4398 വോട്ടേ ഉള്ളൂ 2011 തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ BJP അപ്രസക്തമായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ നേടിയ വലിയ വിജയം. ഇന്ന് മൂന്നാം ശക്തിയായിട്ട് 16% BJP വോട്ട് ഉയർത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ നേടിയ 504 ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമല്ലേ? വർഗീയതക്കെതിരായിട്ട് രാഷ്ട്രീയ ധ്രുവീകരണം UDFന് അനുകൂലമായിട്ട് നടക്കുന്നു എന്ന് ചിന്തിക്കാൻ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പ് ഒന്ന് വിലയിരുത്തിയാൽ മതി. 2010 വെച്ചുകൊണ്ടാണ് ഇന്ന് ഇവര് കമ്പയർ ചെയ്യുന്നത്. അതിനേക്കാൾ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല. അപ്പൊ ഇവർ പറയുന്ന 10 ലക്ഷം വോട്ടിന്റെ അല്ല പ്രശ്നം, മറിച്ച് ഇത് പഞ്ചായത്തിലേക്കുള്ള വികാരം, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെ മാറ്റിക്കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക, ആ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് മറികടന്നുകൊണ്ട് CPMന്റെ രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി എന്നുള്ളൊരു സന്ദേശം കൂടി അതിനകത്തുണ്ട്. ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ. 2 മിനിറ്റ് രാജു പി നായർ, 2 മിനിറ്റ്. ഷാബു പ്രസാദ്, ഇപ്പോൾ BJPയുടെ വളർച്ച താഴേക്കാണെന്നുള്ളത് രേഖകളിൽ വ്യക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയമോ അതിൻ്റെയോടൊപ്പമുള്ള വിജയമോ ഒന്നും ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്തേക്ക് പോയാൽ വലിയ കാര്യമായ തിരഞ്ഞെടുപ്പ് സ്വാധീനം BJPക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. മുനിസിപ്പാലിറ്റികളിൽ ചിലതിലൊക്കെ രണ്ടാമതെത്തിയിട്ടുണ്ട്. ആ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ പന്തളത്ത് പോലും തോറ്റുപോയി BJP. അപ്പോൾ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്നിപ്പോൾ രാജ്യസഭയിൽ നടക്കുകയാണ്. 22,61,000 തൊഴിലാളികൾ കേരളത്തിൽ പണിയെടുക്കുന്നുണ്ട് ഈ തൊഴിലുറപ്പിൽ. ഇതടക്കമുള്ള ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ചർച്ചയാകുന്ന വിഷയമുണ്ട്. പക്ഷേ ഈ ഇടത് ഹിന്ദുത്വത്തിൻ്റെ ഒരു ആനുകൂല്യം ഇടതുപക്ഷത്തിന് കിട്ടുന്നു എന്നുള്ളതാണോ താങ്കളുടെയും ഒരു വായന? അത് BJPയിലേക്ക് വരുന്നില്ല. ശബരിമലയിൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും പന്തളത്ത് ഒന്നാം കക്ഷിയായിട്ട് ഇടതുമുന്നണിയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കോൺഗ്രസ് ആണ്, മൂന്നാമതാണ് BJP. പന്തളത്ത്, പാലക്കാട് കേവല ഭൂരിപക്ഷം കിട്ടുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് BJP ദുർബലമാണ് എന്ന പ്രതീതി ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. ശ്രീ ഷാബു. അരുൺ, നമ്മൾ ഈ ലോക്സഭാ ഇലക്ഷനിലെ, നമുക്ക് ഇവിടെ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ലോക്സഭാ ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല നമുക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയ വോട്ടുകൾ എന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ അതേപോലെ തന്നെ പ്രാധാന്യം പ്രാദേശിക പ്രശ്നങ്ങൾക്കും അതുപോലെ വ്യക്തിപരമായ സ്വാധീനങ്ങൾക്കും എല്ലാം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്നാൽ BJPയുടെ വോട്ട് കുറഞ്ഞു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണത്. അത് BJP ഗൗരവത്തോട് തന്നെയാണ് എടുക്കും ഉള്ളത്. പിന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ചു നിർത്തിയാൽ എന്നുള്ള നമ്മൾ അതിനെന്തിനാ നമ്മൾ ഒഴിച്ചു നിർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം തലസ്ഥാന നഗരമാണ്, അവിടെയാണ് ഈ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ വിജയം BJP നേടിയിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ BJPയുടെ പൊതുവെ ഒരു ചരിത്രം നോക്കുക.
അവിടെ BJP ഓരോ ഭരണം പിടിച്ചിട്ടുള്ളതും വലിയ സ്വാധീനമുണ്ടാക്കിയ ഇടങ്ങളിലെല്ലാം ആദ്യം സ്വാധീനമുണ്ടാക്കുകയും പിടിച്ചെടുക്കലുകളും നടന്നിട്ടുള്ളത് തലസ്ഥാന നഗരങ്ങളിലും വൻ നഗരങ്ങളിലുമാണ്. BJP ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ആദ്യം, അതിനു മുമ്പ് ജനസംഘം, ഏറ്റവും വലിയ സ്വാധീനമുണ്ടാക്കിയ നഗരം ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ആദ്യ സ്വാധീനം ഉണ്ടാക്കിയത്. അവിടെ നിന്നാണ് ഇന്ന് ഈ വലിയ ജൈത്രയാത്രയിലേക്ക് BJPയുടെ വളർച്ച തുടങ്ങിയത്. അങ്ങനെയാണ് BJPയുടെ ഒരു സിസ്റ്റം, അങ്ങനെയാണ്. ഇനി ഒരു 3-4 മാസം മുമ്പിലുണ്ട്. ഭരണം BJPയുടെ കയ്യിലേക്ക് വരികയാണ്. ഞങ്ങളെ ഭരണം ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും, എന്തായിരിക്കും എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു 3 മാസം BJPയുടെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, ശക്തമായ ഒരു കേഡർ സംവിധാനം, ഒരു സിസ്റ്റവും BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴുണ്ടായ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി മുമ്പോട്ട് പോകാനുള്ള ഒരു നല്ലൊരു സമയം BJPയുടെ മുമ്പിലുണ്ട്. തീർച്ചയായും അതിന് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം എന്നുള്ളത് വളരെ, അതായത് കേരളം മുഴുവൻ ഒന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോ കോൺഗ്രസ് തീർച്ചയായിട്ടും അവരതിനെ ഗൗരവമായിട്ട് കാണില്ല, അതിനെ എഴുത്താനേ നോക്കുകയുള്ളൂ. എങ്കിലും അത് കേരളത്തിന്റെ തലസ്ഥാന നഗരം BJP പിടിച്ചിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമുക്ക് എത്ര മാറ്റി നിർത്തിയാലും എത്ര ഒഴിവാക്കി പറഞ്ഞാലും അതിന്റെ സ്വാധീനം അത് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അവസരം BJPയുടെ മുമ്പിലുണ്ട്. തീർച്ചയായും പന്തളം എന്നുള്ളത് വലിയൊരു പാഠമാണ്. ഇനി ഞാൻ പന്തളംകാരനാണ്. പരമ്പരാഗതമായി പന്തളം എന്ന് പറയുന്നത് LDFന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ അന്നത്തെ ശബരിമല ഇഷ്യൂവില് അതിന്റെ പുറത്ത് അങ്ങനെ വന്ന് വലിയൊരു മുന്നേറ്റം കൂടെ BJPക്ക് ഉണ്ടായി. പക്ഷെ BJPക്ക് അത് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതൊക്കെ പാഠങ്ങൾ പഠിക്കാനുള്ളതാണ്. അത് അനുസരിച്ച് മുമ്പോട്ട് പോകാൻ അവർക്ക് കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. ചർച്ചയിൽ ഇടയ്ക്ക് പിൻവാങ്ങേണ്ടി K. അനിൽകുമാർ, അങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഈ ചർച്ചയിൽ നടന്ന പദപ്രയോഗങ്ങൾ വിഷമമായെങ്കിലുള്ള ഖേദം ഞാൻ കൂടി രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ ചർച്ചയിൽ വ്യക്തിപരമായ ആരെയും ആക്രമിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നതല്ല. ചർച്ചയുടെ ചൂടിനിടയിൽ ഒരുപക്ഷെ രാജു P. നായർ പറഞ്ഞു പോയതാവാം. ആ പദപ്രയോഗത്തിൽ പൂർണ്ണമായും ഞാനും ഖേദം പ്രകടിപ്പിക്കുന്നു. അങ്ങ് ചർച്ചയുടെ മുഴുവൻ സമയം ഉണ്ടാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. താങ്ക് യു. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, രാജു P. നായർ, ഷാബു പ്രസാദ്, A. സജീവൻ ചർച്ചയിൽ ചേർന്നത്. Debate with Dr. Arun Kumar.